വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് ഒരു മരണം. ചെറുതുരുത്തി സ്വദേശിയായ ഷാഹിനയാണ് മരിച്ചത്. ഷാഹിനയുടെ മകൾ 10 വയസ്സുള്ള സറ, ഭർത്താവ് കബീർ, ഷാഹിനയുടെ അനുജത്തിയുടെ മകൻ ഫുവാദ് എന്നിവർക്ക് വേണ്ടി തെരച്ചിൽ തുടരുന്നു. വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എപ്പോഴായിരുന്നു ഇവർ ഈ ഒഴുക്കിൽപ്പെടുന്നത്? മാത്രമല്ല, ഈ ഒരു വേനൽക്കാലത്ത് അല്ലെങ്കിൽ വേനലിനടുത്ത് ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. ഏതൊരു തരത്തിലാണ് ഈ ഒരു അപകടം സംഭവിച്ചത്? അതില്ലെന്ന് ഉച്ചയ്ക്ക് ശേഷം ഉച്ചതിരിഞ്ഞാണ് ഇങ്ങനൊരു അപകടമുണ്ടായത് ഭാരതപ്പുഴ ചെറുതുരുത്തി പൈങ്കുളത്തിന് സമീപം ശ്മശാനം കടവ് എന്ന് പറയുന്ന കടവിൽ വെച്ചാണ് ഈ കുടുംബത്തിലെ 4 പേർ ഒഴുക്കിൽപ്പെടുന്നത്. ചെറുതുരുത്തി സ്വദേശിയായിട്ടുള്ള ഓടക്കൽ വീട്ടിൽ കബീറും ഭാര്യയും ഇവരുടെ മകളും ഈ ഭാര്യയുടെ, അതായത് കബീറിന്റെ ഭാര്യയുടെ സഹോദരിയുടെ മകനും ഉൾപ്പെടെ 4 അംഗ സംഘമാണ് ഈ പുഴ കാണാനെത്തിയത്. ഇതിനിടെ ഇവർ വെള്ളത്തിലേക്ക് ഇറങ്ങിയ സമയത്താണ് ഇത്തരത്തിൽ കുളിക്കാൻ ഇറങ്ങിയ സമയത്താണ് ഇങ്ങനെ ഒഴുക്കിൽപ്പെടുന്നത്. പൊതുവെ ആ ദൃശ്യങ്ങളിൽ കാണാൻ വെള്ളം കുറവുള്ള ഒരു സമയം കൂടിയെങ്കിൽ പോലും വെള്ളം ഉള്ള ഭാഗത്ത് അത്യാവശ്യത്തിന് ഒഴുക്കുള്ള ഒരു സ്ഥലം കൂടിയാണ്, അപകട മേഖല കൂടിയാണ് ഈ പറയുന്ന ഈ ചെറുതുരുത്തിയിലെ പല കടവുകളിലും നേരത്തെയും സമാന രീതിയിൽ പലരും ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട്. ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അത്തരത്തിൽ തന്നെയായിരുന്നു ഇന്നത്തെയും ഈ ഒരു അപകടം ഉണ്ടായത്. വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങിയ സമയത്ത് ഇവർ 4 പേരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഇതിനിടെ അവിടേക്ക് വന്നവർ ചേർന്ന് കബീറിന്റെ ഭാര്യ ഷാഹിനയെ രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നാട്ടുകാരൊക്കെ കൂടി രക്ഷപ്പെടുത്തി ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. എന്തായാലും ബാക്കി 3 പേർ, അതായത് കബീർ ഷാഹിനയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലും മരണം സ്ഥിരീകരിച്ചു. കബീർ ഷാഹിന എന്നിവരുടെ മകൾ 10 വയസ്സുള്ള സറ, അതുപോലെ ഷാഹിനയുടെ സഹോദരിയുടെ മകൻ 12 വയസ്സുള്ള സാനു എന്ന ഫുവാത്ത് എന്നിവയടക്കം ഈ 3 പേരാണ് വെള്ളത്തിൽ അകപ്പെട്ടിട്ടുള്ളത്. ഇവർക്കായിട്ട് ഇപ്പോൾ ഷൊർണൂരിലെത്തിയ ഫയർഫോഴ്സ്, അതുപോലെ ചെറുതുരുത്തി പോലീസ്, നാട്ടുകാർ ഉൾപ്പെടെ ഈ നേരം വൈകിയ സന്ധ്യ സമയത്തും തുടരുകയാണ്. ഈ 3 പേരെയും രക്ഷപ്പെടുത്താൻ ഉള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ അവർ പരിശോധന നടത്തുന്നത്. എന്തായാലും ഷാഹിനയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിയെങ്കിലും ജീവൻ ഉണ്ടായിരുന്നില്ല, മരണപ്പെടുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കബീർ ഈ വെള്ളത്തിലകപ്പെട്ട ഷാഹിനയുടെ ഭർത്താവ് കബീർ ചെറുതുരുത്തിൽ ബേക്കറി നടത്തുകയാണ്. ഇവർ ഉച്ചതിരിഞ്ഞോടെയാണ് ഇവർ ഈ കുടുംബവും ഒന്നിച്ച് ഭാരതപ്പുഴ സന്ദർശിക്കാൻ എത്തിയത്. ഇതിനിടെ കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഇതിൽ ഒഴുക്കിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നാലും ഇവർക്കായി ബാക്കിയുള്ള 3 പേർക്കായി ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഉൾപ്പെടെ സംയുക്തമായി പരിശോധന നടത്തി വരികയാണ്. തുല്യ അനീഷ്, ഇപ്പോൾ ഏറെ വൈകിയും തിരച്ചിൽ തുടരാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും രാത്രി ആവുകയാണ്, ഇരുട്ട് പരക്കുകയാണ്. അപ്പോൾ തിരച്ചിൽ ഈ രാത്രിയിലും പ്രകാശത്തിനുള്ള സംവിധാനങ്ങൾ എത്തിച്ച് തിരച്ചിൽ തുടരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയായും അത്തരത്തിലുള്ള സംവിധാനം തന്നെയാണ് അവിടെ ഫയർഫോഴ്സ് എടുക്കുന്നത്. താൽക്കാലികമായി വെളിച്ചം വെച്ചെങ്കിലും ഉള്ള പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ തെരച്ചിൽ നടത്താൻ തന്നെയാണ് തീരുമാനം. പക്ഷെ അത് എത്ര കണ്ട് നീണ്ടു പോകും എന്നത് അറിയില്ല. എന്തായാലും അവരുടെ കയ്യിലുള്ള പരിമിതമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ബോട്ട് ഉൾപ്പെടെയുള്ളവ അവിടെ എത്തിച്ചിട്ടുണ്ട്. ബോട്ട് ഉൾപ്പെടെയുള്ളവ വെച്ച് ഇപ്പോഴും പരിശോധന നടത്തുകയാണ്. എന്തായാലും ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ഈ 3 പേരെയും ജീവനോടെ ലഭിക്കും എന്ന് തന്നെയാണ് എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഇവർ തെരച്ചിൽ നടത്തുന്നത്. എന്തായാലും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. എന്തായാലും ദാരുണമായ അപകടം തന്നെയാണ്. ഒരു വീട്ടമ്മ, അതായത് 10 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയുടെ അമ്മ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു. കബീറിന്റെ ഭാര്യ മരണപ്പെട്ടിരിക്കുന്നു. കബീർ, മകൾ സറ, അതുപോലെ സഹോദരിയുടെ മകൻ സാനു എന്ന ഫുവാത്ത് എന്നിവർ ഉൾപ്പെടെ ഇപ്പോഴും വെള്ളത്തിൽ അകപ്പെട്ട് കിടക്കുകയാണ്. അവർക്കായിട്ടുള്ള തെരച്ചിലാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. അതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ വെള്ളം കുറവുള്ള ആണെങ്കിൽ പോലും ചില ഭാഗങ്ങളിൽ ഒഴുക്കുള്ള പ്രദേശമുണ്ട്. ആ ഭാഗത്താണ് ഇവർ ഇറങ്ങിയതെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അത്തരത്തിൽ ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒഴുക്കിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം, ഭാരതപ്പുഴയുടെ പല കടവുകളിലും ഇത്തരത്തിൽ സമാന രീതിയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴൊക്കെ ഒഴുക്കിൽപ്പെടുന്ന ഒരു സാഹചര്യം പലർക്കും ഉണ്ടായിട്ടുണ്ട്. പലരും മരിക്കുന്ന ഘട്ടം വരെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വലിയ അപകടം നിറഞ്ഞൊരു പ്രദേശം കൂടിയാണ് ഈ ചെറുതുരുത്തി പൈങ്കുളം. ഈ ഭാരതപ്പുഴയുടെ തീരത്തുള്ള പല കടവുകളും അത്തരത്തിൽ തന്നെയാണ് ഇന്നും ഈ അപകടം ഉണ്ടായതെന്നാണ് നമ്മളും കരുതുന്നത്. എന്തായാലും കാണാതായവർക്കായിട്ടുള്ള പരിശോധന ഇപ്പോഴും ഊർജിതമായി തുടരുകയാണ്. അതുല്യ. ശരി അനീഷ്, ചെറുതുരുത്തി ഭാരതപ്പുഴയിലെ പൈങ്കുളം ശ്മശാനം കടവിൽ കുളിക്കാനിറങ്ങിയ 4 അംഗ കുടുംബം ഒഴുക്കിൽപ്പെട്ടു. ഒരാൾ മരിച്ചു. ചെറുതുരുത്തി സ്വദേശിയായ ഷാഹിനയാണ് മരിച്ചത്. ഒഴുക്കിൽപ്പെട്ട മറ്റു 3 പേർക്കായി തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി വൈകിയും തിരച്ചിൽ തുടരും എന്ന് തന്നെയാണ് അനീഷ് തരുന്ന വിവരങ്ങൾ നൽകിയത്. അനീഷ് ആന്റണി.